കമലഹാസൻ ശരിക്കും കാജ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്തു കൊടുക്കാം, ഡേറ്റ് കൊടുക്കാവുന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇവരൊരു ഡയറക്ടർ ആര് വേണമെന്ന തീരുമാനത്തിലാണ് കാക്കാക്ക് റിലീസായ ശേഷം ഗൗതം മേനോനായിട്ട് ഇംപ്രസ്ഡ് ആവുന്നത്. അങ്ങനെയാണ് ഗൗതം മേനോനെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ശരിക്ക് കമലഹാസൻ്റെ മനസ്സിൽ പിന്നീട് ദേശാവതാരമായ ആ സിനിമയുടെ കഥ ഗൗതം മേനോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇത് ഡെവലപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതം മേനോന് അതിനോട് അത്ര താല്പര്യം തോന്നിയില്ല. പകരം ഗൗതം മേനോൻ പച്ചക്കിളി മുത്തുച്ചാരം എന്ന് പറയുന്ന ശരത് കുമാറിനെ വെച്ച് പിന്നീട് ചെയ്ത് ആ ഒരു സിനിമയുടെ കഥ പറഞ്ഞു. അപ്പോൾ കമലഹാസൻ അതൊരു സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞു. അത് വളരെ പെട്ടെന്ന് അധികം സ്ക്രിപ്റ്റ് ആക്കി. പക്ഷേ അത് സ്ക്രിപ്റ്റ് ആക്കിയെങ്കിലും അപ്പോഴും കമലഹാസന് പൂർണ്ണ തൃപ്തി വന്നില്ല. അങ്ങനെയാണ് പിന്നെ ഇവർ ചർച്ചയിലാണ് ഈ ഒരു പോലീസ് സ്റ്റോറിയിലേക്ക് എത്തിയത്. പിന്നെ ഇതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഗൗതം മേനോൻ അദ്ദേഹം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ നമുക്കറിയാം അതിൽ ജ്യോതികയുണ്ട്, പ്രകാശ് രാജ് ഉണ്ട്. പിന്നെ അതിലെ വില്ലന്മാരുടെ ക്യാരക്ടേഴ്സാണ് നമുക്കറിയാം. ഡാനിയൽ ബാലാജിയുടെ ഒക്കെ ഒരു ക്യാരക്ടർ വളരെ ശക്തമായിട്ടുള്ള കൊടും വില്ലന്മാരായിട്ട് അതിലേക്കാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ്ഡ് ആവണത്. ഇതിൽ മെയിൻ നായികയായിട്ട് ജ്യോതികയാണ്. അന്ന് ജ്യോതികയ്ക്ക് ഡബ് ചെയ്തത് രോഹിണി ഒരുപാട് നടിമാർക്ക് ഡബ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു എപ്പിസോഡിൽ ശിവ എന്ന് പറയുന്ന രാം ഗോപാൽ വർമ്മയുടെ സിനിമയിൽ അമലയ്ക്ക് ഡബ് ചെയ്ത അന്ന് അവർ തുടക്കകാലത്താണ് അവരന്ന് ഡബ് ചെയ്തൊക്കെ. പിന്നീട് എത്രയോ പേര് ഐശ്വര്യയ്ക്കൊക്കെ ഡബ് ചെയ്തിട്ടുള്ള രോഹിണിയാണ്. പിന്നെ ഇതിൽ കാമലാനി മുഖർജി അഭിനയിച്ചിട്ടുണ്ട്. അതിൽ കമലഹാസൻ്റെ വൈഫായിട്ട് ഒരു ഫ്ലാഷ് ബാക്കിൽ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അവർക്ക് ഡബ് ചെയ്തത് ആൻഡ്രിയാണ്. അപ്പോൾ ആ ഒരു പാട്ട് സീനിനെ കുറിച്ചൊക്കെ ഉണ്ട്. ശരിക്കും അതൊരു ഈ പോലീസ് സ്റ്റോറിയിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ഗൗതം മേനോൻ്റെ അദ്ദേഹം എപ്പോഴും പറയും അദ്ദേഹത്തിന് ഈ ഒരു റൊമാൻസും ഒരു ലവ് ട്രാക്കും അതൊരു ട്രാക്കായിട്ട് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു ട്രാക്ക്. കാരണം അതൊരു ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് നമുക്കറിയാം. എപ്പോഴും കാക്കയായാലും ഈ പറയുന്ന ഈ ഒരു സിനിമയായാലും നമുക്ക് പച്ചക്കിളി മുത്തുച്ചാരം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹത്തിന് സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള വേറൊരു ആക്ഷൻ മൂഡിലുള്ളൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂഡൊക്കെ ആണെങ്കിലും ഒരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ വളരെ ഫാമിലി ഓഡിയൻസിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം അത് ചെയ്യാറുള്ളത്.